ഹലോ! ഇന്ന് വന്നേക്കുന്നുണ്ടല്ലോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച 3 അടിപൊളി കുർത്തയുണ്ട്, കുർത്ത സെറ്റുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അടിപൊളിയെന്ന് പറഞ്ഞാൽ അതിൽ ഒരെണ്ണം എനിക്കത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. അത് കാണുമ്പോൾ തന്നെ ഒരു ലോക്കൽ ലുക്ക് ഉള്ള പോലെ തോന്നി. ബാക്കി 2 എണ്ണം ഒരു രക്ഷയില്ലാത്ത 2 കുർത്തകൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ദാ ഈ കുർത്തയാട്ടോ. ഇത് 283 രൂപയ്ക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. 283 രൂപയ്ക്ക് ഇത് വേർത്തെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല മെറ്റീരിയൽ. കോട്ടണിനൊക്കെയാണ് അവർ എഴുതിയേക്കുന്നത്. പക്ഷെ എനിക്കിത് ഇടുമ്പോൾ കോട്ടൺ ആയിട്ട് തോന്നണില്ല. നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ, ചൂടൊന്നും എടുക്കണമൊന്നുമില്ല. നമുക്കിങ്ങനെ അലക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്ന പോലെ തോന്നുന്ന ഒരു മെറ്റീരിയൽ. അത് എന്ത് മെറ്റീരിയൽ ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ സാധാരണ 250 രൂപയുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഫ്ലിപ്കാർട്ട് മീഷോയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരു ലുക്ക് ഉണ്ടാവുമല്ലോ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, ഓ അത് മീഷോയുടെ കുർത്തയാണെന്ന് തോന്നുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. അങ്ങനെ തോന്നുവേ ഇല്ല എന്നുള്ളതാണ് ഇത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഒരു എന്താണ് ഒരു റിച്ച് ലുക്ക് ഉണ്ടാവും, ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടാവും. ഇതിന്റെ കളർ അങ്ങനെ ഒത്തിരി പോകുന്നൊന്നുമില്ല. ഞാൻ വാഷ് ചെയ്തു, ഞാനിപ്പോൾ 3-4 വട്ടം ഇത് യൂസ് ചെയ്ത് വാഷ് ചെയ്താണ്. അടിപൊളിയാണ്. അതാണ് ഇത്ര ചുളുങ്ങി കൂടിയിരിക്കുന്നത്. നമ്മളിനി അടുത്ത് ഇടാൻ നേരത്തല്ലേ തേച്ച് മടക്കി വൃത്തിയായിട്ട് വെക്കുള്ളൂ, അതുകൊണ്ടാട്ടോ, സോറി. അപ്പോൾ അതെല്ലാം ഒന്ന് ഇഗ്നോർ ചെയ്യുക. വീനക്കാണ് വരുന്നത്. വേറെ സ്ലീവ്സിലോ ഒന്നും വേറെ വർക്ക് ഒന്നും വരുന്നില്ല. ആകെ ഈ ഒരു പ്രിന്റ് മാത്രമേ ഉള്ളൂ. സിൽവർ കളറാണ് പ്രിന്റ്. സിൽവർ പോലെ ഇങ്ങനെ ചെറിയൊരു ഗ്ലിറ്ററിംഗ് ഒക്കെ നമുക്ക് തോന്നും. അതൊന്നും പോകുന്നൊന്നുമില്ല. അതൊക്കെ വൃത്തിയായിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതിന്റെ 3 കളർ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു മെറൂൺ, പിന്നെ ഒരു ബ്ലൂവിൽ ഇതുപോലെ സിൽവർ വർക്ക് വരുന്നുണ്ട്, പിന്നെ ഒരു ബ്രൗണിൽ സിൽവർ വർക്ക് വരുന്നുണ്ട്. ബ്രൗൺ എന്ന് പറഞ്ഞ ഒരു ചെളിയുടെ കളർ ബ്രൗൺ ഇല്ലേ, ആ ബ്രൗണിൽ സിൽവർ വർക്ക് വരുന്നുണ്ട്. അടിപൊളിയാണ്. എനിക്കൊന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ മീഡിയം ആണ് എടുത്തത്. മീഡിയം എനിക്ക് കറക്റ്റ് കിട്ടി, പെർഫെക്റ്റ് സൈസ് കിട്ടി. ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടാട്ടോ ഞാൻ ട്രയൽ വീഡിയോയിൽ കാണിക്കാൻ ജസ്റ്റ് ഞാൻ ഷേപ്പ് ചെയ്തു. സ്ലീവ് ഒക്കെ ഞാൻ ഒന്ന് ടൈറ്റ് ചെയ്തായിരുന്നു, മീഡിയം ആയതുകൊണ്ട്. പിന്നെ ചെറിയൊരു പ്രശ്നം എനിക്ക് പറയാനുള്ളത്, എനിക്കിത് ഒരു നീ ലെവൽ വരെ ഉള്ളൂ. എൻ്റെ ഹൈറ്റ് 5 feet ആണ്. എനിക്ക് എനിക്ക് നീ ലെവൽ വരെ എന്ന് പറയുമ്പോഴത്തേക്കും ഇച്ചിരി ഹൈറ്റ് ഉള്ളവർക്ക് അതൊരു ഷോർട്ട് ടോപ്പ് പോലെ ആവാൻ ചാൻസ് ഇല്ലേ എന്നൊരു സംശയം. എനിക്ക് നീ ലെവലിന് മുട്ടിന് ജസ്റ്റ് താഴെയായിട്ടാണ് നിൽക്കുന്നത്, ജസ്റ്റ് താഴെ ഉള്ളൂ. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്, അടിപൊളിയാണ്, നല്ല ലുക്കാണ്. ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കാണുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട്. എന്താ അതിന് പറയണേ. ഈ കുർത്ത ഫ്ലിപ്കാർട്ടിൽ സ്മോൾ തൊട്ട് XXL വരെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ട്രൈ ഓൺ വീഡിയോയിൽ താഴത്തെ പാൻറ് ഇട്ടേക്കുന്നത് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന കുർത്തിയുടെ പാൻറ് ആട്ടോ. അപ്പോൾ ഇതിനും അത് ചേരുന്നുണ്ട്, ഒരു കോഡ് സെറ്റ് ഒക്കെ പോലെ. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇതാണ് അടിപൊളി ഒരു കോട്ടൺ കുർത്ത സെറ്റ്. ഇതിന്റെ ടോപ്പും വരുന്നുണ്ട്, പാൻറ്റും വരുന്നുണ്ട്. പാൻറ്റും ടോപ്പും കോട്ടൺ ആണ് വരുന്നത്. രണ്ടും കൂടെ 740 സംതിങ് ആയിരുന്നു ഞാൻ മേടിച്ചപ്പോൾ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ്. ഇത് ലൈൻ കുർത്തയാണ്, സ്ലിറ്റ് ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ട് വരുന്നു. കുർത്തയുടെ 2 സൈഡിലും പോക്കറ്റ് ഉണ്ട്. പക്ഷെ ഞാൻ ജസ്റ്റ് ഷേപ്പ് ചെയ്തപ്പോൾ പോക്കറ്റ് ചെറുതായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടാവുന്നുണ്ട്, എനിക്ക് കറക്റ്റ് കിട്ടണില്ല. പക്ഷെ പോക്കറ്റ് ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാം. എനിക്ക് പോക്കറ്റ് പേഴ്സണലി വലിയ താല്പര്യമില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഇട്ട് ഇങ്ങനെ വീർത്തിരിക്കൂലേ, അപ്പം ഞാൻ ഓർക്കും എന്തിനാ ഈ പോക്കറ്റ് ഇങ്ങനെ ഒരു ഭംഗിയില്ലായ്മ എനിക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ പോക്കറ്റ് വെച്ചേക്കാറില്ല. അത് ഞാൻ ഒന്നില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് അത് ഷേപ്പ് ചെയ്ത് അങ്ങ് വിടുകയോ ചെയ്യാറുള്ളൂ. വേറെ വർക്കൊന്നും വരുന്നില്ല. ഈ അകത്തെ തുണി ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്, നമ്മൾ തന്നെ അകത്തെ തുണി ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ടി വരും തോന്നുന്നു. ഇല്ലെങ്കിൽ അത് അയൺ ചെയ്യുമ്പം അത് നോക്കി പ്രസ് ചെയ്ത് അയൺ ചെയ്ത് വെക്കണം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇടുമ്പോൾ വരുമൊന്നുമില്ല കേട്ടോ, ഞാൻ എടുക്കുമ്പോൾ വരുന്നു എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ജസ്റ്റ് ഒരു ഓപ്പണിംഗ് പോലെയുള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത്. നെക്ക് ഇച്ചിരി കയറിയാട്ടോ നിൽക്കണം, ഒത്തിരി ഇറങ്ങിയൊന്നുമല്ല. കയറി എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള പോലെ കയറിയിട്ടില്ല, പക്ഷെ ഒത്തിരി ഇറങ്ങിയിട്ടില്ല, ഇച്ചിരി കയറിയാണ് നിൽക്കുന്നത്. സ്ലീവ്സിന്റെ എൻഡിൽ ഇങ്ങനെ ഒരു ചെറിയ വർക്ക് വരുന്നുണ്ട്. ഇത്രയും 3/4 സ്ലീവ് വരുന്നുണ്ട്. പിന്നെ പാൻറ്റും കോട്ടൺ ആണ്. പാൻറ്റിന് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഈ സെറ്റിന് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. കാരണം എനിക്കിട്ടിട്ട് എനിക്ക് നല്ല ഒരു മിഡിയുടെ അത്രയൊക്കെ ലെങ്ത് വരുന്നുണ്ട്. കാഫ് ലെങ്ത് അല്ല, എനിക്കിട്ടിട്ട് ഒരു കാഫ് ലെങ്ത് വരെ വരുന്നുണ്ട്. അതായത് മുട്ടിനൊക്കെ താഴെ നന്നായിട്ട് ലെങ്ത് ഉണ്ട്. ഹൈറ്റ് ഉള്ളവർക്ക് ഇത് എന്താണെങ്കിലും ട്രൈ ചെയ്യാം. പാൻറ്റിനും ലെങ്ത് ഉണ്ട്. ഞാനത് മടക്കി വെച്ചിട്ടാണ് ഞാൻ പാൻറ് ഇട്ടത്. ഒരു പലാസോ ടൈപ്പ് പാൻറ് ആണ്, പക്ഷെ അത്രയും ഫ്ലെയർ ഒന്നുമില്ല, പക്ഷെ കൊള്ളാം, അടിപൊളി. പാൻറ്റിൽ പോക്കറ്റ് ഒന്നുമില്ല. ഞാനിത് വാഷ് ചെയ്തു, വലിയ കളറൊന്നും പോകുന്നില്ല. പിന്നെ കോട്ടൺ അല്ലേ, അത് ഗ്രാജുവലി നരച്ച് പോകുമെന്നാണ് എനിക്ക് ഗ്രാജുവലി നരയ്ക്കുമോ എന്നൊരു പേടിയുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും 740 രൂപയ്ക്ക് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റ് ആവും. പാൻറ്റും ടോപ്പും നമ്മൾ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ല റേറ്റ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് ഓൺലൈൻ ഇത് മേടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ റെഡ് എൻ്റെ ഫേവറേറ്റ് കളറാണ്. ഇതിൻ്റെ റെഡും അല്ല, ഒരു യെല്ലോയും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഓൺലൈനിൽ. ഈ ഫ്ലിപ്കാർട്ടിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ ലിങ്കിൽ നോക്കുമ്പം യെല്ലോയും കൂടെ ഉണ്ട്. ഞാൻ എടുത്തപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ യെല്ലോ ആയിരുന്നു ഓർഡർ ചെയ്യുള്ളൂ. കാരണം എൻ്റെ കുറേ റെഡ് ഉണ്ട്, ഞാൻ റെഡിൻ്റെ ആളാണ്. അപ്പോൾ യെല്ലോയ്ക്കും ഇതുപോലെ തന്നെ ഒരു മറ്റേ തെങ്ങിന്റെ പടമാണ് പ്രിന്റ് വന്നേക്കുന്നത്. പക്ഷെ പാൻറ് വൈറ്റ് ആണെന്ന്, വൈറ്റ് പലാസോ ആണെന്ന് തോന്നുന്നു. ഈ കുർത്താ സെറ്റിന്റെ മീഡിയം തൊട്ട് XXL വരെ അവൈലബിൾ ആയിട്ടുണ്ട്. സ്മോൾ ഒന്നും അവൈലബിൾ അല്ല.
ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന അല്ലേ അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുന്നവരൊക്കെ ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു. എല്ലാവരും ടേക്ക് കെയർ, ബൈ. അപ്പോൾ ഞാൻ മേടിച്ച വേറെ 2 കുർത്തകളുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാവേ. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. ഇതിലൊരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, സ്റ്റേ ട്യൂൺഡ്.